ഹലോ സാർ, ഹാവ് എ നൈസ് ഡേ. നമുക്കിവിടെ ലോൺ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ ലാഭമുണ്ടാകുമോ എന്ന് പരിശോധിക്കാം. ഉദാഹരണമായി എൻ്റെ കയ്യിലൊരു 15 ലക്ഷം രൂപയുണ്ടെങ്കിൽ എനിക്കൊരു ഒരു ബ്രാൻഡ് ന്യൂ കാർ സ്വന്തമാക്കാം. എൻ്റെ ആഗ്രഹമാണത്. പക്ഷേ ഇതേ 15 ലക്ഷം രൂപ എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ 15 ലക്ഷം രൂപ EMI എടുത്തുകൊണ്ട് ഞാൻ വണ്ടി വാങ്ങുന്നു എന്ന് കരുതുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് പെട്ടെന്ന് നോക്കാം. 15 ലക്ഷം രൂപ ഏകദേശം ഒരു 3-4 വർഷം കൊണ്ട് ഒരു 9-10% ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ട് ഞാൻ അടച്ചു തീർക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 21-22 ലക്ഷം രൂപ ഞാൻ ഈ കാലയളവിനുള്ളിൽ EMI അടച്ചു തീർക്കേണ്ടതുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലുള്ള 15 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതേ 1000 ദിവസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ 15 ലക്ഷം രൂപ എനിക്ക് ഏകദേശം ഒരു 1 കോടി രൂപയെങ്കിലും ആയി മാറ്റാൻ കഴിയും. ഇൻവെസ്റ്റ്മെൻറ്റിൽ കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ അതാണ്. കാരണം എന്തുകൊണ്ടാണ്? ഒരു EMI, ഒരു ലോൺ എന്ന് പറയുന്നത് നമ്മൾ അടച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 6 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വലിയ ആഗ്രഹം, ഒരു ബ്രാൻഡ് കാർ എന്ന് പറയുന്നുള്ള ആഗ്രഹം നമുക്ക് നേടാൻ കഴിയും. ഇത് നമ്മുടെ കയ്യിലുള്ള 15 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങണോ, EMI ആയി വാങ്ങണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കാർ നമ്മൾ EMI ആയി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 6.5 ലക്ഷം രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്നും അധികമായി നൽകേണ്ടി വരുന്നത്. ഇതേ 15 ലക്ഷം രൂപ നമ്മൾ കോമ്പൗണ്ട് ചെയ്താലോ? പേൾ വെയിൻ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന തിയറിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കൃത്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ 15 ലക്ഷം രൂപ ഏകദേശം 1 കോടി രൂപയായിട്ട് വളരും. എന്താണ് കാരണം? നേരത്തെ ലോണിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് ഇൻട്രസ്റ്റ് 6.5 ലക്ഷം അടക്കേണ്ടി വന്നത്. ഇവിടെ സംഭവിക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ മാസവും നമുക്ക് ലഭിക്കുന്ന റിവാർഡ് നമ്മൾ 15 ലക്ഷം രൂപയുടെ കൂടെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ബിസിനസ്സുകാർ എപ്പോഴും ലോൺ എടുത്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത് വളർന്നു പോകുന്നത്. ഇത് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു സാധ്യതയെ നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളായി കഴിഞ്ഞാലും നാട്ടിലുള്ള ആളുകളായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് ആഡംബര ജീവിതത്തിന് ഉപയോഗിക്കാതെ അത് ഇൻവെസ്റ്റ് ചെയ്യുകയും നിങ്ങൾ EMI ഉപയോഗിച്ച് ഈ ഒരു കണക്കും ഈ ഒരു തിയറിയും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ വലിയ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ കഴിയും. ഓക്കെ, അതിനുള്ള അവസരം പേൾ വെയിൻ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് നൽകുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഷാജി, കണ്ണൂർ.